വേഗത നിയന്ത്രണ സംവിധാനങ്ങളില്ല. വള്ളിയൂർക്കാവിൽ അപകടങ്ങൾ പതിവാകുന്നു. പരിഹാരം കാണേണ്ട വകുപ്പുകളാകട്ടെ പരസ്പരം പഴിചാരുകയാണ്. മാനന്തവാടി കൊയിലേരി റോഡിൽ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ജംഗ്ഷനിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങളില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമായി മാറുന്നു. റോഡ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ നിത്യേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. താലൂക്കിലെ ഏറ്റവും പ്രധാന ബൈപ്പാസ് റോഡുകളിലൊന്നായ ചെറ്റപ്പാലം വള്ളിയൂർക്കാവ് ബൈപ്പാസ് റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ കൊയിലേരി റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. പ്രധാന റോഡിലൂടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഈ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് റോഡ് നന്നാക്കിയതിനു ശേഷം അമിത വേഗതയിൽ എല്ലാ വണ്ടികളും വരും. ഇവിടെ ഇപ്പോൾ ആക്സിഡന്റ് നടക്കാൻ സാധ്യതകൾ മുഴുവനുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ജംഗ്ഷനിൽ ഡ്രൈവർമാർ ശ്രദ്ധക്കുറവ് തന്നെയാണ് പറയാം. ഇവിടെ നിന്നും കയറി വരുന്നത്, ഇവിടെ വണ്ടി വരുന്നുണ്ടോയെന്നൊന്നും നോട്ടമൊന്നുമില്ല. പിന്നെ ഒരു കാറ് അടിച്ചു പോകേണ്ടി വരും. അതുപോലെ തന്നെ പല ബൈക്കുകൾ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ വളച്ച് ഇവിടെ നിർത്തിയിടുക, ഇവിടെ നിർത്തിയിട്ട് അപ്പോഴത്തേക്കും മറ്റുള്ള വണ്ടി ബ്ലോക്ക് ആവുക, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. നഗരത്തിൽ പ്രവേശിക്കാതെ കൽപ്പറ്റ, കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകേണ്ട കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ ഈ ബൈപ്പാസിലൂടെയാണ് കൊയിലേരി റോഡിലേക്ക് പ്രവേശിക്കുന്നതും കാട്ടിക്കുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നതും. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരും ഈ റോഡിൽ കടന്നുപോകുന്നുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുമുണ്ട് ഇവിടെ. സീബ്ര ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ വേഗതയിൽ കടന്നുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയേറെ പ്രാധാന്യമുള്ള ജംഗ്ഷനിൽ മുന്നറിയിപ്പ് ബോർഡോ സ്പീഡ് ബ്രേക്കർ സംവിധാനങ്ങളോ ഇല്ല. തലനാരിഴയ്ക്കാണ് ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. വള്ളിയൂർക്കാവ് ഉത്സവം കൂടി ആരംഭിച്ചതോടെ തിരക്ക് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.